തെരുവുനായയുടെ ആക്രമണത്തിൽ 2 കുട്ടികൾക്ക് പരിക്കേറ്റു. വണ്ടിപ്പെരിയാറിൽ 2 ദിവസത്തിനിടെ 6 പേർക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 മണിയോട് കൂടിയാണ് വണ്ടിപ്പെരിയാർ മാട്ടുപ്പെട്ടി കൊക്കക്കാട് ഡിവിഷനിൽ താമസിക്കുന്ന സുരേഷ് എന്നയാളുടെ മകൻ 5 വയസ്സുള്ള കബിനേഷിന് ആദ്യ ആക്രമണമുണ്ടായത്. വീടിനുള്ളിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് വീടിനകത്ത് കയറിയ തെരുവുനായ കബീഷിന്റെ മുഖത്തും കണ്ണിന്റെ പിരികത്തും തലയ്ക്കും കടിക്കുകയായിരുന്നു. തുടർന്ന് വീട്ടുകാരും നാട്ടുകാരും ഓടിക്കൂടിയതോടെ നായ അവിടെ നിന്നും സ്ഥലം വിട്ടു. പിന്നീട് വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ശിവ എന്നയാളുടെ മകൾ 3 വയസ്സുള്ള വർഷിനിക്കാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. കബീഷിനെ തേനി മെഡിക്കൽ കോളേജിലും വർഷിനിയെ കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം തങ്കമല സ്വദേശിയായ മുനിയലക്ഷ്മി, കറുപ്പുപാലം സ്വദേശികളായ അംന ഫാത്തിമ, ഉദയൻ, ഇഞ്ചിക്കാട് ആറ്റോരം സ്വദേശിനി മീനാക്ഷി എന്നിവരെ വളർത്തുനായ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് വീണ്ടും തെരുവുനായയുടെ ആക്രമണം വണ്ടിപ്പെരിയാറിൽ ഉണ്ടായിരിക്കുന്നത്. അടിയന്തരമായി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന തെരുവുനായ്ക്കളെ പിടിച്ച് ഇവിടെ നിന്നും മാറ്റാനുള്ള നടപടി ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കണം എന്നാണ് നാട്ടുകാരും പ്രദേശവാസികളും ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.